ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. കാരണം ഇന്ന് ആടി പെറുക്കലാണ്. ആടി പെറുക്കലല്ല, ആടി കളയലാണ് കേട്ടോ. കാരണം ഒന്നിൻ്റെ തലേന്ന് നമുക്ക് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത്രത്തോളം അങ്ങനെയൊന്നും വീടുകളിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഈ നാടികളയൽ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. 2 ദിവസം മുന്നെയൊക്കെ ഞാൻ കുഞ്ഞായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിലോട്ട് കയറി ബക്കറ്റുകളൊക്കെ കഴുകി വെച്ചു കേട്ടോ. മാവൊക്കെ തട്ടി വയ്ക്കുന്ന ബക്കറ്റുകളൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ടോപ്പും നമ്മുടെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം ഞാൻ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അപ്പുറത്തോട്ട് വെച്ചിട്ട് ഞാൻ ആദ്യം അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് തൂത്ത് കളയുമായിരുന്നു. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഓരോ കറികൾ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ പൊട്ടും പൊടികളും ഒക്കെ പോകും കേട്ടോ. അതെന്നും ക്ലീൻ ചെയ്താലും അതിൻ്റെ ഇതൊക്കെ കാണും. അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യമേ തന്നെ അതിൻ്റെ പുറം, അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ പുറം നല്ല സ്റ്റീൽ സ്ക്രബില്ലേ, അതുകൊണ്ട് സൊല്യൂഷൻ മുക്കി നന്നായിട്ട് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നല്ല വൃത്തിയാകും. ഇനി ഇതിനെ 2-3 വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ച് എടുക്കണം. അതൊരു മെനക്കെട്ട പണിയാണ്, പക്ഷേ നമുക്കത് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഈ ഗ്യാസ് സ്റ്റൗ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതൊരു 15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ഈ ഗ്യാസ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഇതിവിടെ ഉണ്ട് കേട്ടോ. എനിക്കത് മാറ്റാൻ തോന്നാത്തത് കാരണം ഇതിൽ 4 ബർണറുണ്ട്. എനിക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ആക്കാനായിട്ട് ഈ ഗ്യാസ് സ്റ്റൗ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അതുകൊണ്ട് ഇതുവരെ പിന്നെ വേറെ വലിയ കംപ്ലൈൻറ്റും ഇല്ല. കാരണം ഞാൻ അതുപോലെ അത് സൂക്ഷിക്കുന്നതും കൂടെ കൊണ്ടാണ് കേട്ടോ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഈ ഗ്യാസ് സ്റ്റൗ ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും കാലമായിട്ടും കേടുപാട് കൂടാതെ അങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ഗ്യാസിൻ്റെ പുറമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വെള്ളം വെച്ച് സൊല്യൂഷൻ വെച്ച് നന്നായിട്ട് കഴുകി ഇറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം അവിടെ ഓരോ സൈഡിലായിട്ട് ആ വെള്ളമൊക്കെ തുടച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന ദിവസം നമ്മുടെ കിച്ചനും ആ ഇതുമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പിറ്റേ ദിവസം തൊട്ട് വീണ്ടും പഴയ പോലെയൊക്കെ ആയി. കാരണം നമ്മുടെ മോളും ഹസ്ബൻഡും ഒക്കെ ഉണ്ടല്ലോ, അവർ തന്നെ അത് വൃത്തികേടാക്കിക്കോളും. അങ്ങനെ കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിടപ്പുന്നുണ്ട്. എനിക്ക് ഇനി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ കിച്ചണിൽ നിന്ന് ഞാൻ നേരെ ഹാളിലോട്ടാണ് പോയത്. അവിടെ ജസ്റ്റ് ഒന്ന് വലയടിച്ച് ഒന്ന് അടിച്ച് വാരി തുടയ്ക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പൊടി അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും, അതായത് മാസ്കോ എന്തെങ്കിലും തുണിയൊക്കെ കണ്ടോ ഒന്ന് ഫേസ് കവർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് തുമ്മി ഒരു മൂലയ്ക്ക് കിടക്കാം കേട്ടോ. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാസ്ക് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിന് അത് വലിയ ഉപകാരമാണ്. അപ്പം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും പൊടി അടിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്യും. നമുക്ക് ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ പോകണ്ട നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ പൊടി അടിക്കുന്ന സമയത്ത്. എനിക്കിപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഹോസ്പിറ്റലിൽ ഡോക്ടറെ ചെക്കപ്പിന് പോകുമ്പോൾ ചോദിക്കും, ഇപ്പം എവിടെയാണ് പൊടി അടിച്ച് വൃത്തിയാക്കിയതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർക്ക് തന്നെ അറിയാൻ പറ്റും. ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യാറുമുണ്ട് കേട്ടോ. അങ്ങനെ വല അടിച്ചിട്ട് ഞാൻ അവിടെ മൊത്തം തൂത്തിറക്കുമായിരുന്നേ. പാപ്പ അവിടെ ഇരുന്ന് തകൃതിയായിട്ട് TV കാണുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞാൽ വന്ന് ചെയ്തൊക്കെ തരും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ സ്റ്റെയർ വൃത്തിയാക്കുക എന്നുള്ളതാണ് വലിയ പണി. കാരണം കാർപ്പറ്റ് പോലൊരു സംഭവമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് ഇതെന്താ പറയുക, വൃത്തിയാക്കി എടുക്കണം. അത് കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ. അപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പിന്നെ മഴ ഒന്ന് തോർന്ന സമയത്ത് പുറത്തോട്ട് ഇറങ്ങി. കാരണം വീടിനകത്ത് റൂമിൻ്റെ ആ ഒരു വാതിലിൻ്റെ സൈഡിലൊക്കെ ഇട്ടിരുന്ന ചവിട്ടുമെത്തകളൊക്കെ നമുക്ക് സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് കഴുകി എടുക്കണം. എൻ്റെ വീട്ടിൽ റൂമിനേക്കാളും കൂടുതൽ ചവിട്ടുമെത്തകളായിരിക്കും കേട്ടോ. കാരണം ഞാൻ എല്ലാ റൂമിൻ്റെ വാതിലിൻ്റെ സൈഡിലും അത് ഇട്ടിട്ടുണ്ട്. കാരണം റൂമിലോട്ട് കയറുന്നവർ ഈ പൊടിയൊന്നും ചവിട്ടി കയറ്റുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം വിജാനൊക്കെ പറയും വീട്ടിൽ റൂമിനേക്കാളും കൂടുതൽ ചവിട്ടുമെത്തയാണെന്നുള്ളത്. അപ്പം ഞാൻ ഒരു 2-3 സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒന്ന് കഴുകി ഇടുമ്പോഴത്തേക്കും അടുത്തതെടുക്കും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ മാസവും അത് ചെയ്യാറുണ്ട്. ഈ മഴയുള്ള സമയത്ത് എനിക്ക് പുറത്തുനിന്ന് ജോലി ചെയ്യുന്നത് തീരെ ഇഷ്ടമേ അല്ല. പിന്നെ എന്ത് പറയാനാ, ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് ഞാൻ സങ്കടം പറഞ്ഞ് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ആത്മകഥമൊക്കെ പറയാറുണ്ട്, ഈശ്വര എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഇല്ലേ എന്നുള്ളത്.
സഹായിക്കാൻ വന്നാൽ ഞാനൊട്ട് അത് എനിക്കതൊട്ട് പറ്റത്തുമില്ല. കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്താൽ മാത്രമേ എനിക്ക് ഒരു ആത്മസംതൃപ്തിയുള്ളൂ കേട്ടോ. ബിജുവേട്ടൻ അതിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ പോലും എനിക്കിഷ്ടമല്ല. പിന്നെ ബാത്റൂമൊക്കെ കഴുകാൻ ബിജുവേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്താലേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ, അല്ലാണ്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചവിട്ടുമെത്തകളൊക്കെ മുക്കി വെച്ചിട്ട് സോപ്പൊടിയിൽ മുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ പടികളുണ്ട് കേട്ടോ, അവിടെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കുഞ്ഞു കുഞ്ഞു പായലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇളക്കി കളഞ്ഞ് പടിയെല്ലാം വൃത്തിയാക്കി. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് തുടയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ റൂമായിട്ട് ഇങ്ങനെ തുടച്ച് കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ കുത്തിയിരുന്ന് തുടയ്ക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ തുടച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ റൂമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാനിവിടെ ഒന്നിരാടോ ഇല്ല 2 ദിവസത്തിലൊരിക്കലൊക്കെ തുടയ്ക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, കൂടുതൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് പോലെ ചെയ്യുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് തുടയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് OCD ഉണ്ടെന്നുള്ളത്. അത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കും കേട്ടോ. എന്നിട്ട് ഞാൻ തറയിൽ നോക്കിയിട്ട് ആരെങ്കിലും കാൽപാദം അവിടെ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോവും, മോപ്പെടുക്കും, വീണ്ടും തുടയ്ക്കും. അങ്ങനെയാണ്. ബിജുവേട്ടൻ പറയും എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഡോക്ടറെ കാണണമെന്നൊക്കെ പറയും. എന്നാലും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അതെൻ്റെ ഒരു ആത്മസംതൃപ്തിയാണ് വീടിനകം ഇങ്ങനെ ഒരു പാടും ഇല്ലാതെ ഇങ്ങനെ ക്ലീനായി കിടക്കുക എന്നുള്ളത്. അങ്ങനെ ഇത്തവണ ഞാൻ സോഫ സെറ്റിയൊക്കെ നീക്കിയിട്ട് അതിൻ്റെ അടിഭാഗമെല്ലാം കാര്യമായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുടച്ചു, ചവിട്ടുമത്തേക്ക് കഴുകിയിട്ടു, തുണികളൊക്കെ കഴുകി, ബാത്റൂമൊക്കെ കഴുകി, ഞാൻ കുളിച്ചും കയറി കേട്ടോ. അയ്യോ, എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. ഇനി കുറച്ച് അല്ലറ ചില്ലറ മണികളൊക്കെ ബാക്കിയുണ്ട്. കർട്ടനൊക്കെ ഇട്ടായിരുന്നു കേട്ടോ, പുതിയതല്ല, അലക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇട്ടിരുന്ന കർട്ടൻ ഞാൻ അലക്കിയിട്ടു. ഇനി അത് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് മാറ്റും. അടുത്ത എന്താ പറയുക ചെയ്യുന്ന സമയത്ത് അങ്ങനെ മാറ്റി മാറ്റിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇനി ബെഡ്ഷീറ്റ് വിരിക്കണം, പില്ലോ കവർ ഇടണം, പിന്നെ പാപ്പുവിൻ്റെ റൂമിൽ ഇട്ട് കൊടുക്കണം. കാരണം പാപ്പുവിന് ഇപ്പോൾ കട്ടിൽ മേടിച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിടക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊരു പുതിയ ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വിരിക്കാനൊക്കെ പറഞ്ഞ് പകുതി വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാപ്പുവിന് പിങ്ക് കളർ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എന്നെക്കൊണ്ട് എടുപ്പിച്ച് അവളുടെ റൂമിൽ കൊണ്ട് വിരിപ്പിച്ചു കേട്ടോ. അത് ഭയങ്കര മോശമായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ പഴയ ബെഡ്ഷീറ്റ് തന്നെ അലക്കി വെച്ചത് തന്നെ എടുത്ത് വിരിച്ചു കേട്ടോ. പാപ്പു അതെടുത്ത് അതേപടി അവളുടെ റൂമിൽ കൊണ്ടുവന്നു അവളുടെ ബെഡിൽ വിരിച്ചു. പുതിയ പില്ലോയും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ സ്വന്തമായിട്ട് തന്നെ അതിനെ കവറൊക്കെ നീക്കിയിട്ട് പില്ലോ കവറൊക്കെ ഇട്ട് കിടക്കുന്നൊക്കെ ഉള്ള വിചാരത്തിലാണ് കേട്ടോ. പക്ഷെ കിടക്കാനൊന്നും പോകുന്നില്ല. അത്യാവശ്യം നല്ല പേടിയുള്ള ആളാണ് രാത്രി, അതുകൊണ്ട് കിടക്കൂല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ എന്തായാലും അവളുടെ ആഗ്രഹമല്ലേ എന്നും പറഞ്ഞ് ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഇട്ട് കേട്ടോ. അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്തോട്ട് പോകണം, കാരണം നാളെ രാവിലെ വിളക്ക് കത്തിക്കാനായിട്ട് പൂവൊക്കെ വേണം, പടത്തിലൊക്കെ ഇടാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു 8 മണിയായപ്പോൾ ഞാനും ബിജുവിനും പാപ്പും കൂടെ പുറത്തോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ അലങ്കോല പണികൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.